ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ലുലു മാളിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ലുലുവിൽ നിന്ന് ഇറങ്ങി നേരെ എറണാകുളം കൂടി ചെറായി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോയത്. കൃത്യമായിട്ട് വഴി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ചെമ്മീൻകെട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ പോകുന്നതും തന്നെ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പോകുന്നതാണ്. എല്ലാവരും കൂടെ കല്യാണിയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടില്ലായിരുന്നോ? ലുലു മാളിൻ്റെ വീഡിയോയിൽ ഞങ്ങൾ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. സൈഡിൽ കാണുന്ന നല്ല ചെമ്മീൻ കെട്ടൊക്കെയാണ്. വണ്ടി ഒതുക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചു തരാം കേട്ടോ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമാണ്. 2 റോഡ്, അതായത് ഇരു സൈഡിലും നല്ല ചെമ്മീൻ കെട്ട്, വെള്ളം കയറി, ഇതുപോലത്തെ സ്ഥലമൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ അടുത്ത് ഇങ്ങനത്തെ ചെമ്മീൻ കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതെവിടെ സ്ഥലം എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. ഇതിപ്പോൾ കൃത്യം സ്ഥലം എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ ചെറായി ബീച്ച് അടിച്ച് ഗൂഗിൾ മാപ്പിൽ കൊടുത്താണ് പോയത്. ഞങ്ങൾ ശരിക്കും പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആലുവയിൽ നിന്ന് പറവൂർ പോയ വഴി, ആലുവ പറവൂർ കൂടി എറണാകുളം പോകണ വഴിക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി. അത് ഞങ്ങളിപ്പോൾ അതെവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ചെമ്മീൻ കെട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്കൊക്കെ വലിയ നല്ല കാഴ്ചകളായിരിക്കും. ഞങ്ങൾ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും അധികം കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങളവിടെ മലയും ഒക്കെ, വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ കൃഷിഭൂമിയാണ് കൂടുതലും. ഇങ്ങോട്ടേക്ക് വന്ന കൃഷിയാണ്, പക്ഷേ മീൻ കൃഷി അങ്ങനെയൊക്കെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾക്കിത് നല്ല കാഴ്ചകളായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ ഇതിനെ വിലയിരുത്തുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല അനുഭവമാണ്. ഇവിടെ നേരെ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. ബീച്ചിലേക്ക് പോകുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. നോക്കൂ, ഈ കാഴ്ചകളൊക്കെ കാണണം കേട്ടോ. ഇപ്പൊ തന്നെ നമുക്ക് ബീച്ചിലെത്താം. ഇതൊക്കെ ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ശരിക്കും വണ്ടി ഓടിച്ചു പോകണത് തന്നെ ആദ്യമായിട്ടാണ്. ഇങ്ങനെ 2 സൈഡും വെള്ളക്കെട്ടും അതിൻ്റെ നടുവിലെ റോഡും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ആയിട്ട് മാത്രമാണ് ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ. 2 സൈഡും വെള്ളത്തിൻ്റെ നടുവിലൂടെ വണ്ടി, ബസ്സൊക്കെ പോകുന്നതൊക്കെ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെ ചീനവലകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെമ്മീൻ പിടിക്കാൻ, മീൻ പിടിക്കാനൊക്കെ ആയിരിക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എറണാകുളം ഒക്കെ പോകുമ്പോൾ കടലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എറണാകുളം ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ. ഇപ്പം നമ്മളങ്ങനെ ബീച്ചിലെത്തിയത് തൊട്ടുമുമ്പിൽ കാണുന്നതാണ് ബീച്ച്. ഇവിടെ നേരെ ലെഫ്റ്റ് എടുത്ത് പോവുക, റൈറ്റ് എടുത്ത് പോവുകയാണ് ഞങ്ങൾ. ഇത് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീസ് ഉണ്ട് ഒരു 30 രൂപ. 30 രൂപ 1 hour. പിന്നെ നമ്മൾ മണിക്കൂർ കഴിയുന്തോറും ഫീസ് കൂടും. ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ഇവിടെ നല്ല സമയം തന്നെ ഞങ്ങൾ ചെലവഴിച്ചിട്ടാണ് പോയത്. കാരണം അങ്ങനത്തെ ചൂടല്ലേ. ഇവിടെ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കയറാനേ പറ്റില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കല്യാണി വെള്ളത്തിൽ നിന്ന് കയറിയിട്ടേ ഇല്ല കേട്ടോ. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകും. നിങ്ങൾ ബീച്ചിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒരു 2 ജോഡി ഡ്രസ്സെങ്കിലും നിങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ കുളിച്ച് കയറി ഇറങ്ങിയേ വരുള്ളൂ. അപ്പം നമുക്ക് ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബീച്ചിൽ പോകേണ്ട സമയം എന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം പോകണമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ വലിയ ചൂടും ഇല്ല, നല്ല തിരമാലകൾ കൂടുതലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വേറെ തിരമാല കൂടുന്തോറും നമുക്ക് അപകട സാധ്യത കൂടുതലുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഒരുപാട് കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മൾ അധികം കയറി നിൽക്കും തോറും തിര കയറി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചൂട് കുറവായിരിക്കും. ആ ഒരു നല്ല രസവും. പിന്നെ സൺസെറ്റൊക്കെ കാണാം. ഞങ്ങൾ സൺസെറ്റ് കാണാൻ നിന്നില്ല, കാരണം ഒരുപാട് താമസിച്ചു. ഞങ്ങൾ ഇനി നേരെ ആലുവയ്ക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും താമസിച്ചൊക്കെ പോകും. ഇപ്പം തന്നെ ഒരു 4 മണിക്ക് മുകളിലേക്ക് ആയി കേട്ടോ സമയം. അപ്പോൾ നല്ല തിരമാലയൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ തന്നെ ഇവിടുത്തെ ബീച്ചിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ തന്നെ പോയത്. ബീച്ചിൻ്റെ ആയിട്ടുള്ള രസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നല്ല രസമാണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കടലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ കാര്യങ്ങൾ തന്നെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വല്ലപ്പോഴേക്കല്ലേ വരുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിറായിലെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളായിട്ട് തന്നെ എഴുതിയിടണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും വലിയ അഭിപ്രായ നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.